ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി ആയാലോ. അതെ, ഇപ്പം നമ്മൾ തേങ്ങയ്ക്കൊക്കെ ഇത്ര വില കൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തേങ്ങ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ തേങ്ങ ഇല്ലാതെയോ എങ്ങനെ നമ്മൾ കറികൾ തയ്യാറാക്കാം എന്നായിരിക്കും എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. അതെ, ഇത് തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന്. അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, പക്ഷേ ഞാനത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക അധികം വലിപ്പം ഇല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, എന്നാൽ കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ആവുകയും വേണം. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കാണുള്ളത്, നിങ്ങൾക്ക് അറിയാവില്ല, പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരു ഹാഫ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൊച്ചുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അറിയാമല്ലോ, എന്തായിട്ടായാലും കൊച്ചുള്ളിക്കായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ചൊക്കെ ഒന്ന് ആയി വന്നിട്ടേ ഉള്ളൂ, ഓവറായിട്ട് അത് ഫ്രൈ ആയിട്ടില്ല. അപ്പം നിങ്ങളതൊന്ന് നമ്മുടെ മെഴുക്കുവരട്ടിയുടെയൊക്കെ അത്ര സൈസൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്ക ഓവറായിട്ട് ഇങ്ങനെ പൊടിച്ച് ആ രീതിയിലാവരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആക്കി ഇതും കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക. ജസ്റ്റ് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരത്തില്ലേ, അത്രയും മതിയാകും. അത് ഓവറായിട്ടൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി കുറച്ച് വെണ്ടയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉപ്പ് നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടൊക്കെ നമുക്ക് ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, നിങ്ങൾക്ക് സ്പൈസസ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്ക ഒന്ന് വാടി വരുന്ന ആ ഒത്തിരി ടൈമേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ എത്ര കുക്കിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതനുസരിച്ചിട്ട് നമ്മുടെ ഐറ്റം സെറ്റാവും. നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് നമ്മളതൊന്ന് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ മതിയായിരിക്കുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ വെണ്ടയ്ക്കയുടെ ഒരു അതനുസരിച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ല പോലെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ചായി അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഓവറായിട്ടുള്ള സ്പൈസസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് കുറച്ച് മസാലാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടത്. കുറച്ച് തക്കാളിയും കൂടി നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഓവറായിട്ട് മെൽറ്റായി പോവേണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് വാടി കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ തക്കാളിയും കൂടി ഇട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുക. തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുപോലെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ. ചെറിയൊരു ഏരിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകോ ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് വഴറ്റി ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണ്ടേ, ആ ഒരു രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടുകയും ചെയ്യും. ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്കാക്കുന്നതെങ്കിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് കുക്കാക്കി പെട്ടെന്ന് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച്
കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ മാറി ഒരു നല്ല ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് തീ ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതാക്കി കിട്ടും. ഇപ്പം കണ്ടോ, നമ്മുടെ ഇത് നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെണ്ടയ്ക്കായിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഓയിൽ കുറച്ച് ഒഴിക്കുന്നത് കൊണ്ടാണ്. നമ്മളിപ്പോൾ കുറച്ച് ഏറെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി കിട്ടുകയും ചെയ്യും. നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ടൈം എടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഓയിൽ ഉപയോഗിച്ചോ ഇല്ലാതെയോ കുറച്ചൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ടിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണെങ്കിൽ പച്ചടിയുടെ ആ ഒരു ഇതല്ല, കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണം. നമുക്ക് ചോറിന് ഒഴിച്ചു കറിയല്ലേ, അപ്പം നിങ്ങൾ തൈരായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ മോര് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തൈര് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ലൂസായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ ഇതും കൂടെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിന് സെപ്പറേറ്റ് ഇതിൽ വേണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം.